ഞാൻ CSEBക്ക് പ്രിപ്പയർ ചെയ്യാന്നുള്ള മൈൻഡിലാണ് സഹകാരിയിൽ ജോയിൻ ചെയ്തത്. PSC സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായില്ല എന്ന് പറയാം. CSEBയിലും കേരള ബാങ്ക് എല്ലാം ഞാൻ ഫോളോ ചെയ്തത് റിവൈസ് ചെയ്യാന്നുള്ളതാണ്. എക്സാം എല്ലാം അറ്റൻഡ് ചെയ്യുക, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. പഠിച്ചാലും ഇടക്കിടക്ക് അത് പിന്നെ റിവൈസ് ചെയ്യാം. വലിയ ക്രെഡിറ്റ് സഹകാരിക്ക് തന്നെയാണ്. കാരണം ഞാൻ സഹകാരിന്റെ മെറ്റീരിയൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. സഹകാരി റേസ് പ്ലസിന്റെ കേരള ബാങ്ക് സക്സസ് സ്റ്റോറി സീരീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് എന്ന സ്ഥലത്താണ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള റാങ്ക് ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. 26ാം റാങ്ക് മേടിച്ച രജിഷ. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് മക്കളെ. ഓക്കെ, അതായത് സഹകാരിയിലോട്ട് വന്നതിന് ശേഷം ഒരു കോഴ്സിന് വേണ്ടി വന്ന ആളല്ല രജിഷ. മാത്രമല്ല, നിങ്ങൾ കാണുന്ന നല്ലൊരു ശതമാനം ആൾക്കാരും ഒരു കോഴ്സിന് വേണ്ടിയിട്ട് സഹകാരിക്ക് വന്ന ആൾക്കാരല്ല. സഹകരണ മേഖലയിൽ പഠിച്ചു, നമുക്ക് അവിടുന്ന് സെറ്റ് ആവണം അല്ലെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയാ HDC പഠിച്ചേ? ICM കണ്ണൂരാണ് പഠിച്ചത്. HDC കഴിഞ്ഞ് ഡിഗ്രി ഏതായിരുന്നു ക്ലാസ്? മാത്സ് ആയിരുന്നു. നമുക്കിപ്പോ CSEBക്ക് വേണ്ടി വന്നു. അപ്പൊ അതിനുശേഷം നമുക്ക് JSE വന്നു. JSEയുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഞാൻ CSEBക്ക് പ്രിപ്പയർ ചെയ്യാന്നുള്ള മൈൻഡിലാണ് സഹകാരിയിൽ ജോയിൻ ചെയ്തത്. PSC സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായില്ല എന്ന് പറയാം. സഹകാരി നിമിത്താണ് കേരള ബാങ്കിനും JSEയിലും പ്രിപ്പയർ ചെയ്യാൻ തന്നെ തീരുമാനിച്ചത്. അടുത്തത് JSE എക്സാം വന്നു, അതിന് ജോയിൻ ചെയ്തു. പിന്നെ കേരള ബാങ്ക് വന്നു, അതിന് ജോയിൻ ചെയ്തു. ഇങ്ങനെ സംഭവിച്ചു. അതിന്റെ വാശി ഉണ്ടായിരുന്നു? അല്ല, ഒരു വിഷമം ഉണ്ടായിരുന്നു. വിഷമം നമുക്ക് വാശിയായിട്ട് മാറി, പഠിച്ചു അല്ലേ. പിന്നെ സഹകാരിയും സ്ട്രാറ്റജി ഒക്കെ മാറ്റിയപ്പോ അതിന്റെ കൂടെ കേരള ബാങ്കില് നന്നായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. നമുക്ക് പരീക്ഷയുടെ രീതി ഏത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങളുടെ എല്ലാ സ്റ്റോറിയിലും നമ്മൾ പറയുന്നത് സഹകരണ മേഖലയിൽ പഠിക്കാൻ വേണ്ടി വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്റ്റോറിയിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അവരിപ്പോ കേരള ബാങ്കിൽ എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പ് വന്നിട്ടും രജിഷ പഠിത്തം നിർത്തിയില്ല എന്നുള്ളതാണ് അല്ലേ. CSEBക്ക് വേണ്ടി പഠിച്ചതാ ഇപ്പൊ വന്നിട്ടുള്ള എല്ലാ ബാങ്കിലും CSEBയുടെ റാങ്ക് ലിസ്റ്റിലും ഉണ്ട്. അപ്പൊ ഒരു കൂട്ട റാങ്കുകളാണ് ഇപ്പൊ വന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും അങ്ങനെയാണ്. അപ്പൊ ആ ഒരു കണ്ടിന്യൂറ്റി നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പാക്കണം എന്നുള്ളതാണ്. കണ്ടിന്യൂറ്റി ഉറപ്പാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇപ്പൊ ഏതൊക്കെ ബാങ്കിലുണ്ടോ CSEB? ഇപ്പൊ CSEB ചെങ്ങളായി, പാപ്പിനിശ്ശേരി, കണ്ണപുരം, പയ്യന്നൂര്. പിന്നെ എന്തായാലും അടുത്ത ട്രെയിനിങ്ങിന് പോകാൻ വേണ്ടി പോകുന്നു. ചിലപ്പോ ഈ പറഞ്ഞ നമ്മുടെ കേരള ബാങ്ക് അഡ്വൈസ് വരുന്ന തൊട്ട് മുന്നേ ഒരു മാസം ചിലപ്പോ നമുക്ക് അവിടെ ഒന്ന് ജോയിൻ CSEB വഴി ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും കേരള ബാങ്ക് ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയി. പഠനം നിർത്തരുത്, കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനുള്ള ഒരു അവസരം ഉണ്ടാവണം മക്കളെ. അതിനോടൊപ്പം നമ്മളെ ഈ ഒരു HDCയിലേക്ക് ആരാ കൊണ്ടുവന്നേ? HDC എന്റെ ഒരു ഫ്രണ്ട് ഈ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കേട്ട് ഇൻട്രസ്റ്റ് തോന്നി. ബാങ്കിങ് ഫീൽഡ് ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് അങ്ങനെ വന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇത്രയും ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ആര് പറഞ്ഞു? എങ്ങനെ അറിഞ്ഞു? വന്നതിന് ശേഷം അറിഞ്ഞേ? അതെ, ICMല് ജോയിൻ ചെയ്തതിനു ശേഷമാണ് ഇത്രയും ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അറിയുന്നത്. CSEB മാത്രം ലക്ഷ്യമിട്ടിട്ടായിരുന്നു HDC ചെയ്തത്. നമ്മളെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത ആരാ? മോട്ടിവേറ്റ് എന്ന് പറയുമ്പം ജാംസാർക്കെല്ലാം ക്ലാസ് കുറെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, മോട്ടിവേഷൻ ക്ലാസ്. ഇപ്പൊ സിലബസ് തീർക്കുക എന്നുള്ളത് മാത്രല്ല, രാജേഷ് സാർ ആയാലും ശ്യാം സാർ ആയാലും ഓരോ നമുക്ക് ടെൻഷനുള്ള സമയത്ത് ഇവരെ ക്ലാസ് ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്തതിനു ശേഷം നമുക്ക് എന്തായാലും ഒരു മാറ്റം ഉണ്ടാവും, കോൺഫിഡൻസ് വരും. ഒന്നുമല്ല എന്നുള്ള അങ്ങനത്തെ ഒരു മൂഡിലേക്ക് സാർ. വീട്ടില് സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വീട്ടില് എല്ലാരും നല്ല സപ്പോർട്ടാണ്. അതെ, അച്ഛനും അമ്മയും എല്ലാരും. അപ്പൊ ശരിക്കും പറഞ്ഞാല് ആദ്യം ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ആർക്കാണ് ഇത്രയും ഉയർന്ന വിജയം സമർപ്പിക്കുന്ന ആർക്കാണ്? അങ്ങനെ ഒരു എന്താ പറയാ, വലിയ ക്രെഡിറ്റ് സഹകാരിക്ക് തന്നെയാണ്. കാരണം ഞാൻ സഹകാരിന്റെ മെറ്റീരിയൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പുറത്തുനിന്ന് ഒരു മെറ്റീരിയലോ വേറൊരു യൂട്യൂബ് ചാനലിന്റെ ക്ലാസ് ഒന്നും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല. സഹകാരിന്റെ മെറ്റീരിയൽ പഠിച്ചു, സഹകാരിന്റെ ലൈവ് അറ്റൻഡ് ചെയ്തു, സഹകാരിന്റെ എക്സാം അറ്റൻഡ് ചെയ്തു. നമ്മുടെ റിസർച്ച് ടീമിനാണ് കേട്ടോ മെറ്റീരിയലിന്റെ കോംപ്രിഹെൻസീവ് ആക്കാൻ വേണ്ടി നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. അവര് ആരും പുറമെ കാണുന്നില്ല. ടീച്ചർമാരെ എല്ലാവർക്കും അറിയാൻ പറ്റും, എന്നെ അറിയാൻ പറ്റും, ബാക്കിയുള്ള എല്ലാവരും അറിയാൻ പറ്റും. പക്ഷെ റിസർച്ച് ടീം എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവരാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും. കാരണം ആ കോണ്ടന്റിനെ ആ രീതിക്ക് വന്ന ഒരു ടീമാണ്. അപ്പൊ അവർക്ക് എല്ലാവിധ എന്താ പറയാ നന്ദിയും നമ്മൾ ഈ ഒരു സമയത്ത് അറിയിക്കുകയാണ്. ഓക്കെ, അപ്പൊ കണ്ടന്റ് സെറ്റ് ആയി കഴിഞ്ഞാൽ ബാക്കി അതിന്റെ മുകളിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെയാണ് എല്ലാ കോഴ്സും മുന്നോട്ട് പോവുക. ഈ CSEBയിൽ അച്ചീവ് ചെയ്യണമെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
CSEB-ലും കേരള ബാങ്ക് എല്ലാം ഞാൻ ഫോളോ ചെയ്തത് റിവൈസ് ചെയ്യാന്നുള്ളതാണ്. എക്സാം എല്ലാം അറ്റൻഡ് ചെയ്യാ, റിവൈസ് ചെയ്തോണ്ടിരിക്കുക. പഠിച്ചാലും ഇടക്കിടക്ക് അത് പിന്നെ റിവൈസ് ചെയ്യാം. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ബുക്കിലെറ്റ് തന്നെ നമുക്കുണ്ട്. ഏകദേശം ഒരു 75 സെറ്റിന്റെ ഒരു ബുക്ക് തന്നെ നമുക്കുണ്ട്. അപ്പൊ അത് തന്നെ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ നമുക്ക് വലിയൊരു വ്യത്യാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. CSEB-യുടെ എക്സാം പാറ്റേൺ ഒക്കെ മാറിക്കഴിഞ്ഞു ഇപ്പോൾ. അപ്പോൾ മാറിയ രീതിയിൽ എല്ലാവരും വർക്ക് ചെയ്യുക. സഹകരണ മേഖലയിലേക്ക് വരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു അവസരം അവിടെ ഉണ്ട്. താങ്ക് യു വൺസ് അഗൈൻ.